എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന എന്താണ്? നമ്മുടെ വിവേകാനന്ദ പാറ. കുട്ടിക്കാലം മുതലേയുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്ത് വരണമെന്ന്. കാരണം എന്താണെന്നറിയോ? നമ്മൾ എന്നും ചെറുപ്പം മുതലേ സ്കൂൾ വെക്കേഷനിൽ ഏറ്റവും കൂടുതൽ ടൂർ പ്രോഗ്രാമുകൾ സ്കൂളുകാർ നടത്തിയിരുന്നത് തിരുവനന്തപുരം കന്യാകുമാരിയായിരുന്നു. അന്നൊക്കെ ഇത്രയും ദൂരമായതുകൊണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം അന്ന് മുതലുള്ള വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ 100 രൂപയുടെയും 300 രൂപയുടെയും ടിക്കറ്റ് ഉണ്ട്. ഇന്ന് തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് 100 രൂപയുടെ ടിക്കറ്റ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റി. രണ്ടും സെയിം ടിക്കറ്റ് തന്നെയാട്ടോ. പക്ഷെ 300 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ക്യൂ നിൽക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ നമ്മളും എടുത്തൊരു 3 ടിക്കറ്റ്. നമ്മുടെ കൂട്ടുകാരും ഉണ്ടേ കൂടെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ബോട്ടിൽ നിന്ന് വേണം നമുക്ക്, ആ കപ്പൽ യാത്രയിലൂടെ വേണം നമുക്ക് ഈ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോട്ടിലേക്കുള്ള ക്യൂവിലേക്ക് നമ്മൾ നടന്നു തുടങ്ങി. ആ ബോട്ടിൽ കയറി വേണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. ബോട്ടിൽ നമ്മൾ കയറി. സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പതുക്കെ പതുക്കെ വെള്ളം എടുത്തിട്ടുണ്ട്. കടലാണ്, നല്ല ഓളമുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല രസമായിരുന്നു അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പണ്ട് നമ്മുടെ അമ്മമാർ നമ്മുടെ തൊട്ടിലിട്ട് ആട്ടുന്നത് പോലെയുള്ള നല്ലൊരു ഇളക്കം തന്നെയായിരുന്നു നമ്മുടെ ആ യാത്രയിൽ നമ്മുടെ ബോട്ടിൽ അനുഭവപ്പെട്ടിരുന്നത്. അങ്ങനെ ആ ശുഭമുഹൂർത്തം വന്നെത്തി. വിവേകാനന്ദ സ്വാമിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ആ വിവേകാനന്ദ പാറയിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു വല്ലാത്ത പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്കവിടെ കാലുകുത്തിയപ്പോൾ അനുഭവപ്പെട്ടത്. എല്ലാവരും ജാക്കറ്റുകളൊക്കെ തിരിച്ച് ആ ഒരു കൊട്ടയിൽ നിക്ഷേപിച്ചിട്ട് എല്ലാവരും പല പല ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടി നടക്കുകയായിരുന്നു അവിടെ. ഇവിടെയും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. 30 രൂപയുടെ ടിക്കറ്റാണ് ഒരാൾക്ക്. നമ്മളങ്ങനെ 3 ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചെക്ക് ഇൻ ചെയ്ത് നമ്മളിതേ ഉള്ളിലേക്ക് കയറുകയാണ്. വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടിയിട്ടുള്ള യാത്രയാണിത്. കാരണം വെച്ചാൽ കുട്ടിക്കാലം മുതലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ നമുക്ക് ഈ ഒരു പാറയിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇതെല്ലാം കാണണമെന്നുള്ളത്. നമ്മളവിടെ കയറുന്നതിന് മുന്നേ നമ്മുടെ ചെരുപ്പൊക്കെ നമുക്കവിടെ ഊരി വെക്കേണ്ടതുണ്ട്. അത്രയും പവിത്രമായിട്ട് മാത്രമാണ് നമുക്ക് മേളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെരുപ്പൊക്കെ നമ്മൾ വെളിയിൽ ഊരിയിട്ടിട്ട് നമ്മളിതേ നമ്മുടെ ആ ഇത്രയും വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലം വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഉള്ളിലേക്ക് കയറുകയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവുതുറൈ മുനമ്പിൽ നിന്ന് 500 മീറ്ററോളം അകലെ കടലിലായി 2 പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ ഇവിടെ ധ്യാനിച്ച് ഇരുന്നിരുന്നു എന്നാണ് വിശ്വാസം. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകനാഥ റാനഡെ സെക്രട്ടറിയുമായിട്ടുള്ള വിവേകാനന്ദ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായിട്ട് പ്രയത്നിച്ചത്. 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീ VV ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. എന്തൊരു കാറ്റാണെന്നറിയോ ഇവിടെ നിൽക്കുമ്പോൾ. സൂപ്പർ കാറ്റ്. മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു കുളിർമയേകുന്ന നല്ല കാറ്റാണിവിടെ.
തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് വൈബുള്ള സ്ഥലം. നമുക്ക് വിവേകാനന്ദ സ്വാമികളുടെ പ്രതിഷ്ഠ മേളിലുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധ്യമല്ല. കാരണം വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോട്ടോ എൻട്രി ഇല്ല. നമുക്ക് അതിൻ്റെ പുറത്തു വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അകത്ത് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത്. ഇതിൻ്റെ പുറത്തെ കാഴ്ച അതിലും അതിമനോഹരം. ആ കടലിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ തന്നെ പറ്റുന്നില്ല. അത്രയും അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ പാറയിൽ നിന്നും കിട്ടുന്നത്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. നേരെ കടലിന് ചുറ്റുമാണല്ലോ ഈ ഒരു പാറ നിൽക്കുന്നത്. ഈ കാണുന്ന പ്രതിമ എന്ന് പറയുന്നത് തിരുവള്ളൂർ പ്രതിമയാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ അമേസിങ് എന്ന് പറഞ്ഞാൽ പോരാ, അമേസിങ്. ശ്രീ പാദമണ്ഡപവും അതിൻ്റെ അകത്ത് കയറിയെടുത്ത വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങോട്ടൊന്നും ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്കതൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മളിനി നേരെ നമ്മൾ പോകുന്നത് തിരുവള്ളൂർ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ്. അത് അടുത്ത പാറയാണ്. ആ യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ രണ്ട് പാറകളും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടി നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മനോധൈര്യം വേണം. ഭഗവാനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിപ്പോയാൽ ദൈവമേ തീർന്നു. ഇതാണ് എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷേ അതൊന്നുമില്ല കേട്ടോ. കട്ടിയുള്ള ടെഫ്ലോൺ ഗ്ലാസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു പേടിയും കൂടാതെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഫീലാണ് നമുക്ക് ആ ഗ്ലാസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. BC 31 ജനിച്ച സന്യാസി ശ്രേഷ്ഠനാണ് അയ്യൻ തിരുവള്ളുവർ. പ്രസിദ്ധമായ തമിഴ് ക്ലാസിക് കൃതി തിരുക്കുറൽ രചിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നത്. കുറേ സ്റ്റെപ്പുകൾ കയറി വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മൊത്തം കരിങ്കല്ല് കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു ഭയങ്കര വലിയൊരു പ്രതിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. തമിഴിൽ എഴുതിയ തിരുക്കുറൽ എന്ന ഈ ക്ലാസിക് കൃതി ലോകത്തിലെ 60-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ത്രിവേണി സംഗമസ്ഥാനത്താണ്. കൂടാതെ തിരുക്കുറലിൻ്റെ മഹത്തായ തത്വങ്ങളായ ധർമ്മം, സമ്പത്ത്, സ്നേഹം എന്നിവയെ ഇത് ചിത്രീകരിക്കുന്നു. ഡോക്ടർ ഗണപതി സ്ഥപതിയുടെ മാർഗനിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും 500 ശില്പികളും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് ഒരു ചെറിയ പാറയിൽ 133 അടി ഉയരമുള്ള ഈ പ്രതിമ സ്ഥാപിച്ചു. നമ്മളൊക്കെ അതിൻ്റെ ചുവട്ടിൽ നിന്നാൽ ഒരിച്ചിരി ഉള്ളൂ കേട്ടോ. കണ്ടോ, ഒരു രക്ഷയുമില്ല. ആ പാറയിൽ ഇത്രയും വലിയ ഒരു പ്രതിമ എന്ന് പറയുന്നത്
അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെയാണ് നല്ല കാറ്റുമാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. മനസ്സിന് കുളിർമയേകുന്ന സൂപ്പറായിട്ടുള്ള ഒരു കാറ്റാണ് ഏതു സമയവും ഇവിടെ. അങ്ങനെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ബോട്ടിലാണ് തിരിച്ചുള്ള മടക്കയാത്ര. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ബൈ ബൈ.